ഇതാണ് അമേരിക്കയിലെ ലേക്ക് പെനിയർ. ഒറ്റനോട്ടത്തിൽ ഇതൊരു ശാന്തമായ തടാകമായിരിക്കും. പക്ഷേ 80കളിൽ വെറും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഭയാനകമായ ഒരു സംഭവത്തിന് ഈ തടാകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വെറും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം 10 അടി മാത്രം ആഴമുണ്ടായിരുന്ന ഒരു തടാകം 200 അടിയിലേറെ ആഴമുള്ളതായി മാറിയാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നിയേക്കാവുന്ന ചരിത്രത്തിലെ തന്നെ ഭീകരമായ ഒരു സംഭവമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 1980 നവംബർ 20 രാവിലെ ലേക്ക് പെനിയറിന്റെ നടുവിൽ ടെക്സാക്കോ ഓയിൽ കമ്പനി എണ്ണ തിരയാനായി ഒരു വലിയ ഡ്രില്ലിംഗ് മെഷീൻ സ്ഥാപിച്ചു. ഈ തടാകത്തിനടിയിൽ വലിയൊരു ഉപ്പുപാളി ഉണ്ടായിരുന്നു. ഇത്തരം ജിയോളജിക്കൽ സവിശേഷതകൾക്ക് ചുറ്റും എണ്ണ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു. ആ ഡോമിന്റെ അരികിൽ ധാരാളം എണ്ണ ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനായി പരിചയം സമ്പന്നരായ ഒരു സംഘം തൊഴിലാളികൾ പൂർണ്ണ സജ്ജരായി ഇവിടെ ഡ്രില്ലിങ്ങിനായി എത്തി. രാവിലെ 5:30 വരെ എല്ലാം സാധാരണമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി. ഏകദേശം 1230 അടി താഴേക്ക് പോയപ്പോൾ 14 ഇഞ്ച് ഡ്രിൽ ബിറ്റ് കുടുങ്ങിപ്പോയി. ഇത്തരം സംഭവങ്ങൾ മുൻപും പലതവണ നടന്നിട്ടുള്ളതുകൊണ്ട് തൊഴിലാളികൾ ആദ്യം അതിനെക്കുറിച്ച് വലിയ കാര്യമായി ചിന്തിച്ചില്ല. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് ബലം പ്രയോഗിച്ചാൽ ഡ്രിൽ പുറത്തുവരികയും ജോലി തുടരാൻ സാധിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ എത്ര ശ്രമിച്ചിട്ടും ഡ്രിൽ അനങ്ങിയില്ല. പെട്ടെന്നൊരു ശക്തമായ ഒരു കുലുക്കത്തിന്റെ ശബ്ദം കേൾക്കുകയും എന്തോ അസാധാരണമായ ഒരു കാര്യം താഴെ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അവർ ഉടൻ തന്നെ പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ച് ബോട്ടിൽ തടാകത്തിന്റെ മറുവശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് അന്ന് അവരുടെ ജീവൻ രക്ഷിച്ചത്. കാരണം കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ആ കൂറ്റൻ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോം ചെരിഞ്ഞു പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയി. വിശ്വസിക്കാനാവാത്ത കാര്യം എന്തെന്നാൽ 10 അടി മാത്രം ആഴമുണ്ടായിരുന്ന തടാകം ആ വലിയ സ്ട്രക്ചറിനെ മുഴുവൻ വിഴുങ്ങി എന്നതാണ്. ആ സമയത്ത് തങ്ങളുടെ ബോട്ടും ഒരു അദൃശ്യ ശക്തി പിന്നിലേക്ക് വലിക്കുന്നതായി തൊഴിലാളികൾക്ക് തോന്നി. പ്ലാറ്റ്ഫോം മുങ്ങിപ്പോയ അതേ സ്ഥലത്ത് നിന്നാണ് ഈ വലിച്ചിൽ. ബോട്ടിന്റെ ക്യാപ്റ്റൻ പെട്ടെന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും എങ്ങനെയോ എല്ലാവരെയും സുരക്ഷിതമായി കരയിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമിന്റെ മുങ്ങൽ ആ ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ അതേ സ്ഥലത്ത് തടാകത്തിലെ വെള്ളം വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങി. പതുക്കെ വലിയൊരു വേൾപൂൾ രൂപം കൊള്ളുകയും ചെയ്തു. അതിനു ചുറ്റുമുള്ളതെല്ലാം വലിച്ചെടുക്കാൻ മാത്രം അതിന് ശക്തിയുണ്ടായിരുന്നു. കൺമുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ സമയം ലഭിക്കാത്തത്ര വേഗത്തിലാണ് കാര്യങ്ങൾ നടന്നത്. അത്തരമൊരു സമയത്ത് ഡെൽകാംബ്രെ കനാലിൽ മറ്റൊരു ഭീകരമായ ഒരു കാര്യം സംഭവിക്കാൻ തുടങ്ങി. സാധാരണയായി ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് ഒഴുകുന്ന കനാലിലെ വെള്ളം അന്ന് വിപരീത ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അതായത് ഗൾഫിലെ വെള്ളം കൂടി തടാകത്തിലേക്ക് കയറാൻ തുടങ്ങി. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ആ ദ്വാരത്തിലൂടെ തടാകത്തിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയതായി കണ്ടു. തങ്ങളുടെ കൺമുന്നിൽ ആ തടാകം മുഴുവൻ അപ്രത്യക്ഷമായതുപോലെയാണ് അവർക്ക് തോന്നിയത്. ലേക്ക് പെനിയറിലെ വെള്ളത്തിൽ കണ്ട ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നത് വെള്ളത്തിനടിയിൽ വളരെ ആഴത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ഒരു വലിയ ഉപ്പുപാളിയിലാണ്. അതാണ് ഈ സംഭവത്തിന്റെ തുടക്കം. ലേക്ക് പെനിയറിന് താഴെ വലിയൊരു ഉപ്പുപാളി ഉണ്ടായിരുന്നു. ഇത് അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നതാണ്. അവിടെ നിന്നാണ് ഉപ്പ് ഖനനം ചെയ്യുന്നത്. ഇതിനെ സോൾട്ട് മൈനിങ് എന്ന് വിളിക്കുന്നു. ഈ ഉപ്പുപാളിക്കുള്ളിൽ വിശാലമായ മൾട്ടി ലെവൽ സോൾട്ട് മൈൻ ഉണ്ടായിരുന്നു. അത് ഏകദേശം 1500 അടി വരെ താഴേക്കുണ്ടായിരുന്നു. 1919 ഈ ഖനി ആദ്യമായി തുറന്നത്. ഏകദേശം 60 വർഷമായി ഇതിൽ നിന്ന് ഉപ്പ് ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുടക്കത്തിൽ ഖനനം ഏകദേശം 800 അടി ആഴമുള്ള മുകളിലത്തെ ലെവലുകളിൽ മാത്രമായി ഒതുക്കി നിർത്തിയിരുന്നു. എന്നാൽ കാലക്രമേണ ഖനി കൂടുതൽ ആഴത്തിലാക്കുകയും 1000, 1300, 1500 അടി വരെ താഴേക്ക് നീളുന്ന വലിയ ടണലുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഏറ്റവും താഴത്തെ ടണലുകൾക്ക് 100 അടി വീതിയും 80 അടി ഉയരവും ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഉപ്പ് പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നെങ്കിലും പലയിടത്തും വലിയ ഉപ്പിന്റെ തൂണുകൾ മനഃപൂർവ്വം ബാക്കി വെച്ചിരുന്നത് അവയ്ക്ക് മേൽക്കൂരയെ പോലെ ഭാരം താങ്ങാനും ഖനി തകരാതിരിക്കാനും കഴിഞ്ഞിരുന്നു. ഓയിൽ ഡ്രില്ലിംഗിൽ അപകട സാധ്യതയുള്ളതുപോലെ തന്നെ സോൾട്ട് മൈനിങ്ങിലും ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സോൾട്ട് മൈനിങ്ങിലെ അപകട സാധ്യത അല്പം വ്യത്യസ്തമാണ്. കാരണം ഖനി മുഴുവൻ കട്ടിയുള്ള ഉപ്പിന്റെ തൂണുകളിലാണ് നിലനിൽക്കുന്നത്. ഈ തൂണുകൾ അല്പം ദുർബലമായാൽ മുഴുവൻ സ്ട്രക്ചറും നിമിഷ നേരം കൊണ്ട് തകരാൻ സാധിക്കും. ഏറ്റവും ഭയാനകമായ കാര്യം വെള്ളം ഖനിക്കുള്ളിൽ കയറിയാൽ സംഭവിക്കുന്നതാണ്. കാരണം ഉപ്പ് വെള്ളത്തിൽ വളരെ വേഗത്തിൽ അലിഞ്ഞു ചേരും. വെള്ളം ടണലിനുള്ളിൽ പ്രവേശിച്ചാൽ ഉപ്പിന്റെ ഭിത്തികളും തൂണുകളും അലിയാൻ തുടങ്ങും. മേൽക്കൂരയും ദുർബലമാകും. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ മുകളിലെ മണ്ണ് ഇടിഞ്ഞു താഴാൻ തുടങ്ങും. 1970കളിൽ തന്നെ ലേക്ക് പെനിയറിന് താഴെയുള്ള ഈ ഉപ്പുഖനിയിലേക്ക് വെള്ളം കയറുന്ന ചില സംഭവങ്ങൾ കണ്ടിരുന്നു. എന്നാൽ യഥാർത്ഥ അപകടം ഖനിയുടെ മുകളിലായിരുന്നു. അത് ഏകദേശം 1300 അടി ആഴത്തിലായിരുന്നു. അവിടെയുള്ള ചില ഉപ്പിന്റെ തൂണുകൾ സമ്മർദ്ദം കാരണം വർഷങ്ങളായി ദുർബലമായി കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പതുക്കെയാണെങ്കിലും ആ സമ്മർദ്ദത്തിന്റെ ഫലം കൂടിക്കൊണ്ടിരുന്നു. ഭൂമിക്കടിയിൽ ഈ മാറ്റങ്ങൾ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1980 നവംബർ 20 രാവിലെ വളരെ സാധാരണമായാണ് തുടങ്ങിയത്. അന്ന് രാവിലെ പതിവ് ഷിഫ്റ്റിനായി 50 തൊഴിലാളികൾ ഉപ്പ് ഖനിക്കുള്ളിലേക്ക് പോയിരുന്നു.
ചിലർ 1300 അടി ആഴത്തിലും മറ്റു ചിലർ 1500 അടി ആഴത്തിലും പതിവ് പോലെ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. ഒരു തൊഴിലാളി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി ഭിത്തികളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വരുന്നതാണ് അയാൾ കണ്ടത്. മലിനമായ വെള്ളം വേഗത്തിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങി. എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്രയധികം വെള്ളം എങ്ങനെയാണ് ഉള്ളിലേക്കെത്തിയത്? ഇതിനു മുൻപും വെള്ളം കയറുന്ന ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സാഹചര്യം തീർത്തും വ്യത്യസ്തമായിരുന്നു. അവർ ഉടൻ തന്നെ വാർണിംഗ് സിഗ്നൽ മുഴക്കി. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അലാറം മുഴങ്ങി. എല്ലാവർക്കും മനസ്സിലായി ഉടൻ തന്നെ പുറത്തു പോകണമെന്ന്. എന്നാൽ പ്രശ്നമെന്തെന്നാൽ മുകളിലേക്ക് പോകാൻ ഒരേ ഒരു ലിഫ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാവധാനമായിരുന്നു. ഒരേ സമയം കുറച്ചുപേരെ മാത്രമേ അതിൽ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു സംഘം മുകളിലേക്ക് പോയാൽ മറ്റുള്ളവർ താഴെ കാത്തുനിന്നു. അതിനിടയിൽ ആരും ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്താൻ ചില തൊഴിലാളികൾ ഖനിയുടെ മറ്റു ഭാഗങ്ങളിൽ പോയി സ്വന്തം ജീവൻ പണയപ്പെടുത്തി. സമയത്തോടും വെള്ളത്തോടുമുള്ള ഒരു ഭയാനകമായ യുദ്ധമായിരുന്നു അത്. പക്ഷേ അന്ന് ഭാഗ്യവും അവരുടെ ട്രെയിനിങ്ങും അവർക്ക് തുണയായി. ഏകദേശം 1 മണിക്കൂർ നീണ്ട ആകെ ബഹളത്തിന് ശേഷം 50 തൊഴിലാളികൾക്കും സുരക്ഷിതമായി പുറത്തുവരാൻ കഴിഞ്ഞു. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തടാകത്തിന്റെ നടുവിൽ ധൂപപ്പെട്ട വലിയൊരു വേൾപൂൾ അവർ കണ്ടു. ആ വേൾപൂളിനെ എല്ലാം താഴേക്ക് വലിച്ചെടുക്കുന്ന ഒരു വിചിത്രമായ ശക്തി ഉണ്ടായിരുന്നു. അതിന്റെ പാതയിലുണ്ടായിരുന്ന എല്ലാം അതിലേക്ക് വിഴുങ്ങപ്പെടുകയായിരുന്നു. ഇത്ര വലിയൊരു ദുരന്തം ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചുവെന്ന് ആർക്കും മനസ്സിലായില്ല. എന്നിരുന്നാലും കാരണം കണ്ടെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. ഡ്രില്ലിങ്ങിന് ഉപയോഗിച്ച പോയിന്റ് കൃത്യം 30 അടിക്ക് മുകളിലാണെന്ന് ജിയോളജിക്കൽ സർവേയിൽ തെളിഞ്ഞു. ഏകദേശം 1230 അടി ആഴത്തിലുള്ള ഉപ്പ് ഖനി ടണലിന്റെ മേൽക്കുരയിൽ 14 ഇഞ്ച് ഡ്രിൽ ബിറ്റ് അബദ്ധത്തിൽ തുളച്ചു കയറിയിരുന്നു. മേൽക്കുര പൊട്ടിയ ഉടൻ തന്നെ തടാകത്തിലെ വെള്ളം വലിയ ശക്തിയോടെ ഖനിക്കുള്ളിലേക്ക് കുത്തിയൊഴുകാൻ തുടങ്ങി. വെള്ളം അകത്തേക്ക് കയറിയതോടെ ഉപ്പ് അലിയാൻ തുടങ്ങി. അതിന്റെ ഫലമായി മേൽക്കുരയും തൂണുകളും തകരാറിലാവാൻ തുടങ്ങി. വളരെ കുറച്ചു സമയത്തിനുള്ളിൽ ഖനി പൂർണ്ണമായും തകർന്നു. തടാകം മുഴുവൻ അതിനു മുകളിലുള്ള ഭൂമിയോടൊപ്പം ഉള്ളിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. വെറും 3 മണിക്കൂറിനുള്ളിൽ തടാകത്തിലെ 3.5 ബില്യൺ ഗാലൻ വെള്ളം മുഴുവൻ ഖനിക്കുള്ളിലേക്ക് ഒഴുകിത്തീർന്നു. തടാകത്തിന്റെ നടുവിൽ ഒരു ഗൈസർ പോലെ പൊട്ടിത്തെറിയുണ്ടായി. വെള്ളവും അവശിഷ്ടങ്ങളും 400 അടി ഉയരത്തിലേക്ക് തെറിച്ചു. അതിനിടയിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ നിന്നുള്ള ഉപ്പുവെള്ളവും അകത്തേക്ക് വരാൻ തുടങ്ങി. ആ വലിയ ശൂന്യമായ കുഴിയിലേക്ക് ഒഴുകി 150 അടി ഉയരമുള്ള ഒരു വെള്ളച്ചാട്ടം രൂപം കൊണ്ടു. ലൂസിയാന കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഏകദേശം 2 ദിവസം ഈ ദുരന്തം തുടർന്നു. അവസാനം ജലനിരപ്പ് തുല്യമായപ്പോൾ തടാകം വീണ്ടും നിറഞ്ഞു. എന്നാൽ അത് പഴയതുപോലെ അല്ലായിരുന്നു. തടാകത്തിലെ ശുദ്ധജലം ഉപ്പുവെള്ളമായി മാറി. മുമ്പ് 10 അടി മാത്രം ആഴമുണ്ടായിരുന്നിടത്ത് അത് 200 അടിയായി മാറി. അങ്ങനെ ലൂസിയാനയിലെ ഏറ്റവും ആഴമേറിയ തടാകമായി അത് മാറി. ഈ മാറ്റം തടാകത്തിന്റെ പൂർണ്ണ പരിസ്ഥിതിയെയും മാറ്റിമറിച്ചു. മുമ്പുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും പസ്തികളും നശിച്ചു. പുതിയ ജീവജാലങ്ങൾ പതുക്കെ രൂപം കൊള്ളാൻ തുടങ്ങി. എന്നാൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു ഉപ്പ് ഖനിക്ക് മുകളിൽ ഡ്രില്ലിംഗ് നടത്തിയാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഓയിൽ കമ്പനിയുടെ എഞ്ചിനീയർമാർ എങ്ങനെയാണ് ഈ തെറ്റുവരുത്തിയത്? ഇതൊരു വ്യക്തമായ കണക്കുകൂട്ടൽ തെറ്റാണെന്നാണ് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നത്. ഡ്രില്ലിംഗ് ക്രൂ സ്ഥാനം കണക്കാക്കുമ്പോൾ തെറ്റായ മെഷർമെന്റ് യൂണിറ്റ് ഉപയോഗിച്ചു. ഡ്രിൽ കൃത്യം ഒരു മൈൻ ടണലിന്റെ മുകളിൽ തട്ടി. ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമും അതിന്റെ എല്ലാ രേഖകളും റെക്കോർഡുകളും തടാകത്തിന്റെ അടിയിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് കൃത്യമായ കാരണം സ്ഥിരീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ സംഭവം കോടതിയിലെത്തിയെങ്കിലും ടെക്സാക്കോ കമ്പനിയും കരാറുകാരായ വിൽസൺ ബ്രദേഴ്സും പണം നൽകി എല്ലാം സെറ്റിൽ ചെയ്തു. ഡയമണ്ട് ക്രിസ്റ്റൽ സോൾട്ട് കമ്പനിക്കും നഷ്ടപരിഹാരമായി $32 മില്യൺ ലഭിച്ചു. നഷ്ടപ്പെട്ട ബൊട്ടാനിക്കൽ ഗാർഡൻ ഉടമകളായ ലൈവ് ഓക്ക് ഗാർഡൻസിന് $12.8 മില്യൺ ലഭിച്ചു. ഈ അപകടത്തിന് ശേഷം ഉപ്പുഖനി അടച്ചുപൂട്ടി. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.